പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായ യേശു മിശിഹായുടെ നാമത്തിൽ ഏവർക്കും ശംഷാബാദ് രൂപത സന്ധു മിഷൻ സെമിനാരിയിൽ നിന്നും സ്നേഹവന്ദനം. ഡിസംബർ 16 മംഗളവാർത്തകാലം 2ാം ശനി. ഇന്നത്തെ വായനകൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 33 മുതൽ 36 വരെയും, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 3-ാം അധ്യായം 12 മുതൽ 19 വരെയും. നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിക്കുക. ഉണ്ണിമിശിഹായുടെ തിരുപ്പിറവിക്കുള്ള ഒരുക്കത്തിന്റെ 3-ാം പാദത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നാം ഇപ്രകാരം ജാഗ്രതയുള്ളവരായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് തിരുസഭാ മാതാവ് ഇന്നത്തെ 2 വായനകളിലൂടെയും. ആരംഭശൂരത്വമല്ല തമ്പുരാൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, മറിച്ച് അവസാനം വരെയുള്ള നിലനിൽപ്പാണ്. അപ്പോഴാണ് നമ്മുടെ ഹൃദയം, നമ്മുടെ ജീവിതം തിരുപ്പിറവിയുടെ വേദിയായി മാറുകയുള്ളൂവെന്ന് ഈ ഒരു സന്ദേശത്തിലേക്ക് നമ്മെ ക്ഷണിച്ചുകൊണ്ട് ഹെബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ എന്ന്. ക്രിസ്തുമസ് ഒരുക്കത്തിന്റെ 2ാം പാതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആരംഭ തീക്ഷ്ണത നഷ്ടമാക്കരുതെന്ന ഏതൊരു പ്രാർത്ഥന അരൂപിയോടും പ്രായശ്ചിത്ത ചിന്തകളോടും കൂടി ആരംഭിച്ചുവോ അതിൽ നിലനിൽക്കണമെന്ന്. അല്ലെങ്കിൽ തിരുപ്പിറവി എന്റെ ഹൃദയത്തിലും ജീവിതത്തിലും സംഭവിക്കില്ലെന്ന്. ഈ ചിന്തയിൽ നാം വ്യക്തിപരമായി വളരുക മാത്രമല്ല, മറ്റുള്ളവരെ ഇക്കാര്യം ഓർമ്മപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണമെന്ന്. ലേഖനഭാഗത്ത് നാം വായിക്കുന്നു, ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങളുള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. ഇത് നിങ്ങൾ പാപത്തിന്റെ വഞ്ചനയാൽ കഠിന ഹൃദയർ ആകാതിരിക്കാനാണ്. ഈ പ്രകാശത്തിന്റെ ശുശ്രൂഷയെ വ്യക്തമാക്കി തരുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. അവിടെ നാം വായിക്കുകയാണ്, വിളക്ക് കൊളുത്തി ആരും നിലവറയിലോ പറയുടെ കീഴിലോ വെക്കാറില്ല, മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ പീഠത്തിന്മേലാണ് വെക്കുന്നതെന്ന്. ഉണ്ണിമിശിഹായുടെ തിരുപ്പിറവി എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ നാം പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും ഉത്തേജിപ്പിക്കുകയും വേണമെന്ന്. ലോകത്തിന്റെ പ്രകാശമായി തീരാൻ വിളിക്കപ്പെട്ട നമുക്ക് ലഭിച്ച വെളിച്ചം മറ്റുള്ളവരുടെ നന്മയ്ക്കായി പീഠത്തിന്മേൽ വയ്ക്കാം. നന്മയായിട്ടുള്ളതും സത്യമായിട്ടുള്ളതും സ്നേഹമായിട്ടുള്ളതും വിശുദ്ധമായിട്ടുള്ളതും പങ്കുവെച്ച് നമ്മെപ്പോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളും തിരുപ്പിറവിക്കായി ഒരുങ്ങുവാൻ തക്കവിധം നമ്മുടെ ജീവിതത്തെ സാക്ഷ്യമാക്കി മാറ്റാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ വിശുദ്ധ ബലിയിൽ പങ്കാളികളാകുന്ന നമുക്ക് ഉണ്ണിമിശിഹായെ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. നീ എഴുന്നള്ളി വരുവാൻ തക്ക വിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കമുള്ളതാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.